ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ വീണ്ടും വീഡിയോസ് ഇടുന്നത്. എല്ലാ വട്ടവും ഓർക്കും നമ്മൾ റെഗുലറായിട്ട് വീഡിയോസ് ഇടണമെന്ന്. പിന്നെ നമ്മളെ ഇഷ്ടമുള്ളവർ എപ്പോഴും ചോദിക്കട്ടെ എന്താണ് വീഡിയോസ് ഇടാത്തതെന്നൊക്കെ. അപ്പോൾ ഇതാ നമ്മൾ ഈ ഇടയായിട്ട് ഇന്ന് രാവിലെ ഉണ്ട് എനിക്കിത്. കാരണം കുറേ കാര്യങ്ങൾ പെൻഡിങ് ഉണ്ട്. പിന്നെ പോണതിൻ്റെ കാര്യങ്ങൾ, പിന്നെ കുറച്ച് ഡബിൾ ഇരട്ടി സന്തോഷങ്ങൾ നമുക്ക് നമ്മുടെ ലൈഫിൽ ദൈവം തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ചൊക്കെ വിഷമിപ്പിച്ചാലും അതിൻ്റെ പുറകെ ഒരുപാട് സന്തോഷങ്ങൾ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എത്തിയത് ആദ്യക്കുട്ടന് കുറുക്കിനുള്ള പഴമാണ് നമ്മൾ പുട്ടുകുറ്റിയിൽ ഇട്ടിട്ട് പുഴുങ്ങിയെടുക്കുന്നത്. അപ്പോൾ രാവിലെ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഗോതമ്പടയാണ് കേട്ടോ. ഇടയ്ക്ക് രാവിലെ അമ്മ കഴിക്കാനുണ്ടാക്കി കൊടുക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഗോതമ്പട. പണ്ട് ഞങ്ങൾ സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വൈകിട്ട് സ്കൂളൊക്കെ ഇട്ട് വരുമ്പോൾ അമ്മ ഉണ്ടാക്കി വെക്കുന്ന ഒരു അടിപൊളി സാധനമായിട്ട്. ഞാനിത് ഉണ്ടാക്കുമ്പോൾ തേങ്ങ ചേർക്കുന്നതിനോട് കുറച്ച് ശർക്കരയും കൂടെ ചേർത്തിട്ടുണ്ടാക്കും. അപ്പം മധുരത്തിന് പഞ്ചസാര ഇല്ലാണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. മെൽറ്റായിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരുമാതിരി നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചിട്ട് മെയിനായിട്ടുള്ള തേങ്ങയൊക്കെ ചേർത്ത് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഴച്ച് മാത്രമേ ഞാൻ കൊടുക്കത്തുള്ളൂ, ബാക്കി പരത്തി ചുട്ടെടുക്കണേക്ക് അമ്മയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതിങ്ങനെ പരത്തി കൊടുക്കും. അപ്പോൾ പരത്തി കൊടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കൈ ഇങ്ങനെ മുക്കി നനച്ച് വേണം കേട്ടോ പരത്തി കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടി പിടിക്കും. പക്ഷേ ഇത് വെന്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഏറ്റവും നല്ലത് ഇതിൻ്റെ കൂടെ നമ്മുടെ ഉള്ളിയും മുളകൊക്കെ ചാലിച്ച മുളക് ചമ്മന്തി ചേർത്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റെഗുലറായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ കേട്ടോ. നമ്മൾ കായപ്പൊടി ഉണക്കുന്ന സമയത്ത് മഴയൊക്കെ ഉള്ള ടൈമിൽ എങ്ങനെയാണ് നമ്മൾ ഉണക്കി പൊടിച്ചെടുക്കുന്നതെന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട്, അതായത് തീരെ വെയിലില്ലാത്ത സമയങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗാരോടെ ഫുഡ് ഡീഹൈഡ്രേറ്റർ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിലൊരു 5 ലെയറുള്ള റാക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷോ മീറ്റോ വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ അങ്ങനെ എന്ത് വെള്ളം നമുക്ക് അതിൻ്റെ വെള്ളം വലിച്ചെടുത്തിട്ട് നമുക്ക് ഡ്രൈ ആക്കി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബനാന പൗഡർ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പച്ചവാഴയ്ക്ക് നമ്മുടെ കുന്നങ്കായ അല്ലെങ്കിൽ എണ്ണക്കായ ഏത്തക്കായൊക്കെ എടുത്തിട്ട് നമ്മൾ നല്ല രീതിക്ക് മറ്റേപ്പാട് ഉണക്കുന്നതിന് പകരമായിട്ട് അരിഞ്ഞ് നല്ല രീതിക്ക് വാഷ് ചെയ്തിട്ട് ഇതിലോട്ട് ഓരോ റാക്കിലോട്ട്, ഇപ്പം ഞാൻ ജസ്റ്റ് 2 നേരം കൊടുക്കാനുള്ളത് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കി റാക്കി മാറ്റിയിട്ട് ഈ 2 റാക്കിൽ വെച്ചിട്ട് നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ടൈമും സെറ്റ് ചെയ്യണം കേട്ടോ. നല്ല രീതിക്ക് നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ നമുക്കൊരു 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ നല്ല രീതിക്ക് ഉണങ്ങി കിട്ടും കേട്ടോ. നോർമലി വെജിറ്റബിൾസ് നമുക്കൊരു 40 to 50 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഡ്രൈ ആയി കിട്ടും കേട്ടോ. അത്രയും വെച്ചാൽ മതി, കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഒരു 45 ഡിഗ്രിയിലാണ് വെച്ചേക്കണേ. ഞാനൊരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ എടുത്ത് കാണിക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ഇതേ കണ്ടില്ല, നല്ല രീതിക്ക് തന്നെ അതിൽ വെള്ളമൊക്കെ പോയി ഏകദേശം നമ്മൾ തൊടുമ്പോൾ ഇങ്ങനെ ഒടിഞ്ഞു പോകുന്ന രീതിക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു 3 മണിക്കൂറത്തേക്കാണ് കേട്ടോ വെച്ചേക്കുന്നത്. അപ്പം അതിനനുസരിച്ച് ഒരു ടെമ്പറേച്ചർ മാറി കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് തുറന്ന് ജസ്റ്റ് ഇങ്ങനെ തിരിച്ച് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തില്ലെങ്കിലും കറക്റ്റായിട്ട് അത് അതിൻ്റെ ടെമ്പറേച്ചറിൽ ഇരുന്ന് ഉണങ്ങി കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം വെച്ചത് 3 മണിക്കൂറാണ്, പക്ഷേ എനിക്കൊരു 2.5 മണിക്കൂർ ആയപ്പോഴത്തേക്ക് എനിക്ക് നല്ല രീതിക്ക് ഇതുപോലെ ഡ്രൈ ആയി കിട്ടും കേട്ടോ. കാരണം നല്ല വെയിലത്ത് നമ്മൾ ഏകദേശം 4 ദിവസം നല്ല വെയിലത്തിട്ട് ഉണക്കിയിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് എന്തെങ്കിലും എമർജൻസി ഒക്കെ ആയിട്ട് വേണമെന്ന് വരുന്ന സിറ്റുവേഷൻസിലാണ് നമുക്കിങ്ങനെ യൂസ് ചെയ്യുന്നത്. തീരെ വെയിലില്ലാത്ത അവസ്ഥയിലൊക്കെ നമുക്കിങ്ങനെ യൂസ് ചെയ്യാം. നല്ല രീതിക്ക് ഉണങ്ങി പൊടിക്കാൻ പാകത്തിലുള്ള ഇതിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടും കൂടെ ഏകദേശം ഒരു ട്രെയിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രൊഡക്റ്റ് വേണമെന്നുള്ളവർക്ക് ഞാൻ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ബയോയിൽ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഞണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് എടുത്തിട്ട് നമ്മൾ രാവിലെ എടുക്കാൻ വേണ്ടി ബാക്കി ഞണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞണ്ട് റോസ്റ്റ് വെക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഞണ്ട് ക്ലീൻ ആക്കാനും കാര്യങ്ങളൊക്കെ ഏട്ടായിയാണ് കേട്ടോ പെർഫെക്റ്റ്. അപ്പോൾ അമ്മ അവിടെ നിന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യക്കൂട്ടം ടി വിയിൽ പരസ്യം വന്നപ്പോഴത്തേക്കും പരസ്യം കണ്ട് ഡാൻസുകളെയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ കുറേ പേര് കുറേ കാര്യങ്ങൾ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ഒഫീഷ്യലായിട്ട് അടുത്ത വീഡിയോസിൽ നമ്മൾ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കണമായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഈ ആദ്യക്കുട്ടനെയും കൊണ്ടൊന്ന് ജസ്റ്റ് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ എപ്പോൾ എല്ലാം പോയി കഴിഞ്ഞാൽ ആ ട്രോളിൽ കയറി ഇരുന്ന് കഴിഞ്ഞ് ഒരു പൊട്ടാറ്റോ ചിപ്സ് എടുത്ത് കഴിച്ചുകൊണ്ടിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ മെയിനായിട്ട് വാങ്ങാൻ പോയത് ഡയപ്പേഴ്സാണ് കേട്ടോ. റിലയൻസിൽ നിന്ന് വാങ്ങുന്ന ടൈമിൽ നമുക്കൊരു 150 രൂപ കുറവിൽ കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിലോട്ട് ആവശ്യമുള്ള കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പെട്ടിയും കാര്യങ്ങളൊക്കെ നോക്കണമായിരുന്നു. അമ്മയ്ക്ക് 2-3 ചെരുപ്പൊക്കെ വാങ്ങാനായിട്ടായിരുന്നു കേട്ടോ. നമുക്കൊക്കെ വാങ്ങുന്നതിലല്ല അമ്മമാർക്കൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അവർ ചെരുപ്പ് ഒരു 1.5-2 വർഷമൊക്കെ കൊണ്ടുനടക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ചെരുപ്പ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഇടയ്ക്കൊക്കെ ആളിങ്ങനെ പറയത്തുള്ളൂ വേണമെന്ന് കേട്ടോ. അപ്പോൾ അവിടെ പോയി കുറേ ചെരുപ്പുകളൊക്കെ നോക്കി, പെട്ടെന്നൊന്നും നോക്കിയിട്ട് ഒത്തിരി ഒന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെള്ളം തൊട്ടാൽ നനയാത്ത മുകളിലെ ചെരുപ്പുകളൊക്കെയാണല്ലോ വേണ്ടത്. അതെല്ലാം പുള്ളി ഇങ്ങനെ നോക്കി പെറുക്കിയിട്ട് ലാസ്റ്റ് ഒരാടെ ഫൈനലൈസ് ചെയ്തു കേട്ടോ. കുറേ എണ്ണം ഇട്ടൊക്കെ നോക്കി. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും അതുകൊണ്ട് അവിടെ ഇരുന്നപ്പോഴത്തേക്ക് അതുകൊണ്ട് അതെല്ലാം വലിച്ച് അടിക്കാൻ വേണ്ടി വയലൻ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ ഈ ടൈമൊക്കെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന സമയമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പെട്ടിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഞാനത് ഈ ബ്ലാക്ക് പെട്ടിയാണ് നോക്കിയിരുന്നത്. അതിൻ്റെ മേളിലൊരു ഈച്ചയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു 3 പീസിൻ്റെ കോമ്പോസിറ്റ് ആണ് കേട്ടോ എടുത്തത്. അപ്പോൾ എനിക്ക് ഇച്ചിരി കൂടെ വെറുതായിട്ട് തോന്നിയതായതുകൊണ്ട് ഞാനത് എടുത്തു. ഓരോന്ന് സിമ്പിളായിട്ട് ഇൻഡിവിജ്വലായിട്ട് എടുക്കണേക്കാളും സെറ്റായിട്ട് എടുക്കണേയാണ് എനിക്ക് കുറച്ചുകൂടെ ലാഭമായിട്ട് തോന്നി. ഞാൻ അവിടെ നിന്ന് മാറി ഇതൊക്കെ ആദ്യം കൂടെ ഓടിപ്പോയി അവിടെ കുറച്ച് സാധനങ്ങൾ വലിച്ചു വരിടാൻ നോക്കിയിട്ടോ. പക്ഷേ ഞാൻ പെട്ടെന്ന് പോയി പിടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എനിക്ക് 1-2 ചെരുപ്പ് ഫ്ലാറ്റ് ആയിട്ടുള്ള കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ ബ്ലാക്ക് ഹീൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ കാലിന് കുറച്ചത് വലുതായിരുന്നു. പിന്നെ ഇത് കൂട്ട് ക്രോക്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. ക്രോക്സ് ഇടാൻ ഭയങ്കര കംഫർട്ടാണ്. പക്ഷേ എനിക്ക് കാലിൽ നഖം ഉള്ളതുകൊണ്ട് ഇങ്ങനെ നഖം പിടിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിലിടാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ കാലിൽ ചൂട് സമയത്ത് ഇങ്ങനെ തൊലി പോണ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചെരുപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പോരാ ഇറങ്ങിയപ്പോഴത്തേക്കും ആദ്യക്കൂട്ടന് ഒരു തൊപ്പി എടുത്തിട്ടുണ്ടായിരുന്നു. അന്നേരത്തേക്ക് ആൾ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഞാൻ 2-3 കട്ടൻ കഴിഞ്ഞ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ കട്ടൻ വാങ്ങിയിട്ട് ഏകദേശം ഒരു 2 വർഷം മിച്ചമായിട്ടോ. അപ്പോൾ നല്ല
കർട്ടനാണ്. അപ്പോൾ അതൊന്ന് മാറാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ കർട്ടൻ എല്ലാം ഊരിയെടുത്തു. പക്ഷേ വാങ്ങിയത് എനിക്ക് അബദ്ധമായി പോയിന്ന് പിന്നെയാണ് ഗൈസ് മനസ്സിലായത്. കാരണം മറ്റേ കർട്ടന് നല്ല കട്ടി ഉണ്ടായിരുന്നു, ഇത് തീരെ കട്ടിയില്ല. നമ്മളിട്ട് കഴിഞ്ഞാൽ രാവിലെ നേരം വിളിക്കുമ്പോഴത്തേക്കും വെയിൽ മുഴുവൻ നമ്മുടെ റൂമിൽ വരുമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മാറ്റാൻ പോയില്ല, കാരണം ഞാൻ ഈ കർട്ടൻ കണ്ടിട്ട് മറ്റേ കർട്ടൻ ഞാൻ അലക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. അതുകൊണ്ട് ഞാൻ പിന്നെ എന്തെങ്കിലും ആവട്ടെ 2 ദിവസം കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് വലിച്ചിട്ടു. 4 പീസിൻ്റെ ആയിരുന്നു കേട്ടോ. പക്ഷേ എനിക്കിത് ഭയങ്കര നഷ്ടമായിട്ട് തോന്നി ഗൈസ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് രാത്രി എത്തിയെന്ന് എനിക്ക് നല്ല രീതിക്ക് വിശന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സാധനം വാങ്ങി കയറിയപ്പോൾ ഈ ഒരു പിസ്സ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് അമൂലിൻ്റെ പിസ്സയാണ്. ഒരു 130 രൂപയാണ് അതിൻ്റെ വില വരുന്നത്. അപ്പോൾ ചീസിൻ്റെയും വേറെ എന്തോ മസാലാസൊക്കെ ആഡ് ചെയ്ത് മാർഗരീറ്റ പിസ്സ എന്തോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓവനുള്ളതുകൊണ്ട് ജസ്റ്റ് ഓവനിൽ വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ കവറെല്ലാം മാറ്റിയിട്ട് നമ്മുടെ ട്രേയിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാവുന്നൊന്നും അറിയത്തില്ല. ഇങ്ങനത്തെ സംഭവമൊക്കെ നമ്മൾ ഫസ്റ്റ് ടൈം കേട്ടോ റെഡി ടു ഈറ്റ് ആയിട്ടുള്ളതൊക്കെ വാങ്ങിച്ച് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 220 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പാക്കറ്റിൻ്റെ പുറകെ തന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓവനിൽ വെക്കാണ്ട് എങ്ങനെ ബേക്ക് ചെയ്തെടുക്കുക എന്നുള്ള ടൈമിങ്ങും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ബ്രൗൺ ആയിട്ട് വരുമ്പോൾ എടുക്കാമെന്നാണ് അതിൽ എഴുതിയിരുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഏകദേശം ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത് എടുത്ത സമയത്ത് അത്യാവശ്യം നല്ല രീതിക്ക് എനിക്ക് തോന്നി, കറക്റ്റ് ബേക്കായിട്ട് കിട്ടുകയും ചെയ്തു. അപ്പോൾ അമ്മയ്ക്ക് ചായയുടെ കൂടെ ഞാൻ ഒരു പീസ് കഴിക്കാൻ കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും അമ്മ പിസയും കാര്യങ്ങളൊന്നും കഴിക്കണേ അല്ല കേട്ടോ. പക്ഷേ അമ്മയ്ക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന സമയത്തും എനിക്കും വലിയ കുഴപ്പമില്ലാണ്ട് തോന്നി. പിന്നെ നേരത്തേക്ക് ഒരാൾ ഓടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അമ്മ ജസ്റ്റ് ഒരു ബൈറ്റ് അവനും കൊടുത്തു. അവനും അങ്ങനെ ഇഷ്ടമില്ലാത്ത സാധനമാണെങ്കിൽ അവൻ പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല കേട്ടോ. പക്ഷേ അവനൊരു ബൈറ്റ് എടുത്തപ്പോഴത്തേക്കും എനിക്കൊന്ന് ചീസിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെ ബേക്ക്ഡ് റെഡി ടു ഈറ്റ് ആയതുകൊണ്ട് ഞാൻ ഒത്തിരി അവന് കൊടുക്കാൻ വേണ്ടി എനിക്കിഷ്ടമല്ല, പുറത്തുനിന്നുള്ള ഫുഡ് ഞാൻ അങ്ങനെ ഒത്തിരി കൊടുക്കാറില്ല കേട്ടോ. പിന്നെ അവൻ എന്തോ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവൻ വീണ്ടും രണ്ടാമത് ജസ്റ്റ് ഒരു ചെറിയ ബൈറ്റ് എടുത്തിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാൾ ജിമ്മിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുട്ടയൊക്കെ എടുത്ത് കഴിക്കണം. മുട്ടയുടെ ഉണ്ണി കഴിക്കില്ല കേട്ടോ, വെള്ളം മാത്രമേ കഴിക്കത്തുള്ളൂ, ഫാറ്റാണെന്ന് പറഞ്ഞിട്ട് ഉണ്ണി മാത്രമേ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ ആയപ്പോഴത്തേക്കും ഞാൻ മുറ്റുപടിക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് 2 പേരുടെ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം കാക്കോലെന്നാണ് കേട്ടോ പറയണേ. കാക്കോൽ എടുത്തുകൊണ്ട് വണ്ടി ടാറ്റ പോകാമെന്ന് പറഞ്ഞിട്ട് വണ്ടി കയറി നിൽക്കുകയാണ്. തന്നെ കയറി ഇറങ്ങുകയൊക്കെ ചെയ്തോളൂ കേട്ടോ. പിന്നെ നമുക്കിത് ഈ വീക്ക് നമ്മുടെ വീട്ടിലോട്ടൊരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഒരു ടീം വരുന്നുണ്ട് കേട്ടോ. അപ്പം അവർ വരുമ്പോഴത്തേക്കും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മുടെ വീഡിയോ എടുക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മളിത് ഈ വിളക്ക് കത്തിക്കാൻ പോകാം. നമുക്ക് പകൽ കൂടുതലായതുകൊണ്ട് 6 മണി 6:30 ആയാലും സന്ധ്യ ആവാൻ ഭയങ്കര പാടാണ് കേട്ടോ. ശരിക്കും 6:30 ആയപ്പോഴുണ്ട് ഞാൻ വിളക്ക് കത്തിക്കുന്നത്. പക്ഷേ നല്ല രീതിക്ക് വെട്ടം ഉണ്ടായിരുന്നു പുറത്ത്. അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിൻ്റെ സ്നേഹവും സപ്പോർട്ടും കൊണ്ട് മാത്രമുണ്ട് നമ്മളെപ്പോഴും മുമ്പോട്ട് പോകണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടേക്ക് കെയർ.